അർജുനേട്ടാ, അർജുനേട്ടൻ എന്റെ തക്കുട് വാവയല്ലേ? അതേലോ, എന്താ? ചെലവരിതൊക്കെ കേക്കുന്നുണ്ടല്ലോ അല്ലേ? നിന്നെ ഞാൻ ചൊറിയാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ നീ എന്റെ അടുത്ത് ചൊറിയാൻ വരുന്നേ? അതിനിപ്പോ ആരാ എന്റെ അടുത്ത് ചൊറിയാൻ വരുന്നേ? ഞാൻ എന്റെ അർജുനേട്ടനോട് പറഞ്ഞതാ. പിന്നെ എനിക്ക് എന്നെ ചൊറിയേണ്ട ഒരു ആവശ്യമില്ല. എന്റെ അർജുനേട്ടനെ ചൊറിഞ്ഞോണ്ട്. അർജുനേട്ടാ, ഇവിടെ ചൊറിയുന്നുണ്ടോ? ഞാൻ ചൊറിഞ്ഞത് കഷ്ടപ്പെടണ്ട. അല്ലടി, അവിടെ തോളാ പെണ്ണിനൊരു സുഖം കൊടുത്തിട്ടില്ല? കൊടുത്തിട്ടില്ലാന്നോ? വണ്ടി കേറി പാട് പറയാണ് എന്റെ തക്കുട് വാവല്ല അർജുന എന്നൊക്കെ പറയാ. എന്തൊക്കെയാ കിടന്ന് പറഞ്ഞേന്ന്. അവിടെ തോളം സുഖം കൊടുത്തിട്ടില്ല. അർച്ചന, ഇതിനെന്താണാവോ പറയാ? ജലസ് എന്ന് പറയോ? പറയാന്നോ? ഇതാണ് ജലസ്. ഇതേ ഞാൻ രണ്ടിനോട് പറഞ്ഞു എനിക്ക് ജലസ് ഇല്ലാന്ന്. ഇത്രയൊക്കെ കാട്ടി വെച്ചിട്ടും എനിക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ ജലസ് ഇല്ലാന്ന്. അതിന് മാത്രം ഞാനെന്താ ചെയ്ത്? ഞാനത് ചെയ്തിട്ടില്ല. അതെ, ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങളതൊന്നും കേട്ടിരിക്കാൻ എന്നെ കൊണ്ടേക്കൂല. ഞാൻ പോവാണിന്റെ പേരേക്ക്. ബൈ. പോവല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ഒന്ന് പോയിക്കാ. 9:30 എനിക്ക് ഉറക്കം വേണ്ടിട്ട്. നാളെ നേരത്തെ നീക്കാനുള്ളതാ. എന്നാ പോയിക്കോ. ഡീ, ഒന്ന് സൂക്ഷിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് തീയൊക്കെണ്ടെങ്കിൽ അതിന്റെ മേത്ത് വേഗം പടരും. ബിക്കോസ് കുറച്ച് തീ എന്റെ മേത്തുണ്ടല്ലോ. എന്തൊരു ചളി. ഓടിയോടുന്ന്. ഇങ്ങക്കൊക്കെ എന്റെ ചളി പറ്റാത്തുള്ളൂ. എന്റെ കാശേടിന് എന്റെ ചളി കേൾക്കാതെ ഉറക്കം വരൂല. എന്റെ ചളി കേൾക്കാതെ വെക്കാതെ ദിവസമില്ല. അതും കൂടി മനസ്സിലാക്കാനുള്ള ബോധമില്ല പെണ്ണെനിക്ക്. എന്റെ ചളി ഇഷ്ടായിട്ടല്ല. ആ ചളി അവൻ കേട്ടില്ലെങ്കില് അന്ന് അവനേറ്റ് തെറ്റു ചെയ്യും. പിന്നെ ഫുള്ള് തല്ലാവും. അപ്പൊ അത് സഹിച്ചല്ലേ പറ്റൂ. മനസ്സിലാക്കുക. അതിനൊന്ന് വെറുതെ വിട്. പോടി, എനിക്കല്ലേ വരേക്കൊണ്ടി. ഞാൻ പോയിക്കോ. ഞാൻ പോവാണ്. അമ്മാ വന്നോ? ഫുഡ് വേണ്ടേ? ഞാൻ എടുത്തിട്ട് എവിടെ ഇരിക്ക്. വേണ്ട, ഞാൻ കഴിച്ച്. അത് ശരി, അതും കഴിഞ്ഞോ? അതേ മതറു. എന്നാ ഞാൻ വിട്ടു. നാളെ എണീക്കാനുള്ളതല്ലേ. ബൈ. ടൈം എത്രയായി? 8:25. ഏട്ടാ, ഏട്ടാ 8:25. എന്റെ സ്കൂബ ഉണ്ടായിക്കൊണ്ട് അപ്പൊ ബെല്ലടിക്കും. ഇതാണോ? ഞാൻ ആകെ പേടിച്ച്. മാറ്റിക്കോട്, ഞാൻ കൊണ്ടാക്കി തരാം. ഓക്കെ, താങ്ക്സ്. ഏത് ഡ്രസ്സാ പെടുക? കുറച്ച് ലുക്കില് പോണം. എന്നാലും എനിക്ക് ഇന്നൊരു ഇഷ്ടം തോന്നുള്ളൂ. എവിടുക്കാ? ഞാൻ എങ്ങോട്ടേലും പോയിക്കോട്ടെ. എനിക്കെന്താ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ എങ്ങോട്ടാണോ പോകുന്നേ അങ്ങോട്ടാണ് ഞാനും. എന്തിന്? അതൊക്കെ ഒരു രസല്ലേ? എന്തൊരു സ്വഭാവമാണ്. അന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വന്ന. ആയിക്കോട്ടെ, എന്നാ വിട്ടോ. നമ്മളില്ലേ? അങ്ങനെ വഴിക്ക് വാ. എങ്ങണ്ടാ പോകുന്നെങ്കിലൊന്നും പറഞ്ഞൂടെ? എനിക്ക് സൗകര്യമില്ല. എന്തൊരു ചാടാ. നമ്മളില്ലേ? നീ ഇല്ലെങ്കിൽ ഇവിടുന്ന് പോയിക്കോ. പിന്നെ എന്തിനാ ഇവിടെ തന്നെ നിക്കുന്ന? നീ എന്തേലും ആവശ്യത്തിന് എൻ്റെ അടുത്ത് വരും. അപ്പൊ ഞാന് കാണിച്ചരാട്ടാ. എന്റെ ചപ്രാന്റെ സഹായം ആർക്കാൻ വേണ്ടി? എനിക്ക് വേണ്ട. ഞാൻ ആ പാത്തക്കേ വരില്ല. പോയിക്കോ. കാണിച്ചരാട്ടാ. ഓക്കേ.
ഇവളോടത് വിളിച്ചു നോക്കിയാലോ? ഏയ് മഹി, ഓ വന്നോ? ഞാൻ നിനക്ക് വിളിക്കാൻ നിൽക്കുന്നു. ചെറുതായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വെക്കി. ആ പിന്നെ എന്തിനാ കാണണോന്ന് പറഞ്ഞ? അത് എന്തു പറ്റി? അതില്ലേ, അത് നിനക്കൊരു കാര്യം പറ. പണ്ടാറ ഇവിടെ ആരീ കല്ല് കൊണ്ടേ വെച്ചേ? എന്താ അവര് പറയുന്നേ? കേൾക്കുന്നില്ല. കുറച്ചും കൂടി അടുത്തേക്ക് പോയാലോ? ഒന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. കുറച്ചടുത്തേക്ക് അങ്ങോട്ട് പോവാം. ഒന്നും അറിയാത്ത മാതിരി ഇവിടെ നിൽക്കാം. കാര്യം പറയടോ. അതില്ലേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ തരാൻ പോകുന്ന ആൻസർ എന്തായാലും ഞാനത് സ്വീകരിക്കും. എനിക്കതൊരു വിഷയമല്ല. എന്താണെങ്കിലും നിങ്ങളിപ്പോൾ പറയണം. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിന്നെ ആദ്യം തൊട്ട് കണ്ടപ്പോഴേ ഒരു ക്രഷ് അടിച്ചതാ. പിന്നെ ഞാനതെങ്ങനെ നിന്നോട് പറയുന്ന ആലോചിച്ച് നിൽക്കുമായിരുന്നു. അപ്പോഴാ നീ ഇത് പറഞ്ഞേ. ശരിക്കും ഇഷ്ടമല്ലേ? ആടോ, എന്നാ നിനക്കൊരു വിശ്വാസമില്ലാത്ത പോലെ. അല്ല, എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ ഇഷ്ടമായതാണ്. പെട്ടെന്ന് നിങ്ങളെ പറയുന്നത് കേട്ടപ്പോൾ ഒരു ഷോക്ക്. നിന്റെ ഷോക്ക് ഞാൻ കാണിച്ചു തരാടി. പിന്നെ നമ്മളെ ഈ കാര്യം ആരും അറിയണ്ട കേട്ടോ. കാരണം ഞാനൊരിതിൽ എനിക്ക് താല്പര്യമില്ല. റിലേഷൻഷിപ്പിലായാൽ നമ്മളെ ലൈഫ് പോകുന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ. പെട്ടെന്നൊരിതിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ കളിയാക്കി കൊല്ലും. അവരായിട്ട് അറിഞ്ഞാൽ മതി. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ ഏട്ടൻ അറിയണ്ട കേട്ടോ. ആടി, ഞാൻ മാത്രം അറിയണ്ടെന്നില്ലേ? ഞാൻ തീരെ അറിഞ്ഞിട്ടില്ല. തരാൻ നിനക്ക് ഞാൻ. അതിന് അവനക്ക് അങ്ങനത്തെ കുഴപ്പമൊക്കെ ഉണ്ടോ? അവന് അർച്ചനായിട്ട് സെറ്റല്ലേ, സപ്പോർട്ടല്ലേ? അപ്പോൾ ആ പേരും പറഞ്ഞാലും അവന് തന്നെ സപ്പോർട്ട് നിൽക്കൂലേ? ഇല്ല, അവനക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ടൊക്കെ നിൽക്കും. പക്ഷെ ഇടയ്ക്ക് അവന് സഹോദര സ്വഭാവം എടുക്കും. പിന്നെ ഇന്നെന്തേലൊക്കെ പറയുമ്പോൾ ഞാൻ ഭീഷണിപ്പെടുത്താൻ പോവും. പക്ഷേ ഇതും കൂടി അറിഞ്ഞാൽ എനിക്കും കിട്ടുമല്ലോ ഭീഷണി. അതുകൊണ്ടാണ് ഞാൻ പറയണ്ടെന്ന് പറഞ്ഞത്. ബട്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് ഭീഷണിപ്പെടുത്താൻ പോക്കില്ല. അർച്ചനെ വിചാരിച്ചോണ്ട്. ഭീഷണിപ്പെടുത്തുന്നുള്ള പേടി. തരാ ഇതൊരു ഫോട്ടോ എടുത്ത് വെക്കാം. ഇനി കൂടുതൽ ഇവിടെ നിൽക്കണ്ട. വേഗോടാം. അവരായി അവരെ പാടായി. ഇനി പെരേന്നല്ല ബാക്കി. കാണിച്ചു തരാടി നിന്നെ ഞാൻ. എന്നാ ശരി, ഞാനങ്ങോട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാം. എന്നാ ശരി. മെസ്സേജ് ആക്കണേ രാത്രി. ശരി എന്നാ.